ദേ നോക്കിയേ, പ്രായമൊക്കെ വെറും ജസ്റ്റ് നമ്പർ മാത്രം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരാണ് ഈ ശീർഷാസനത്തിൽ നിൽക്കുന്നത്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവരും നല്ല ആരോഗ്യത്തോടെ യാതൊരു അസുഖങ്ങളും കൂടാതെ ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവരും വീഡിയോ മുഴുവനായി കാണുക. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര തൊഴുക്കൽ സബ് ജയിലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആദിയോഗി യോഗ സ്റ്റുഡിയോയിലാണ്. ഇവിടെ ചെസ് സ്കൂളും കൂടെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വരാനുള്ള കാരണം എൻ്റെ മോനെ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയാണ്. അപ്പോൾ ഈ പറയുന്ന 2 മാസം നമ്മൾ കുട്ടികളെ എങ്ങനെ വീട്ടിലിരുത്തും എന്നുള്ള ടെൻഷൻ കൊണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, ഇവിടെ ഒരു സംഭവമുണ്ട്, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കത്തുള്ളൂ. അന്വേഷിച്ചാൽ വളരെ ബെറ്ററാണ്. അതുകൊണ്ടാണ് ആ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് തരുന്നത്. കാരണം ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എല്ലാവരും 2 മാസം എന്ന് പറയുന്ന എല്ലാവരും വളരെ ബുദ്ധിമുട്ടുന്ന സമയമാണ്. ഇവരെ എങ്ങനെയും നമുക്കൊന്ന് കൊണ്ടുപോയി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എടുപ്പിക്കാം. അപ്പോൾ 2 സംവിധാനങ്ങളും അവിടെ ഉണ്ട്. കുറച്ചെങ്കിലും ഒരു മാറ്റം വരുമല്ലോ 2 മാസം കൊണ്ട്. അല്ലാതെ നമ്മൾ പല ഗെയിമിനും വിട്ട് കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ ഒടിച്ചു കഴിഞ്ഞാൽ അടുത്ത അഡ്മിഷൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ വളരെ ബുദ്ധിമുട്ടാവും. വിടരുതെന്നല്ല, വിടാൻ താല്പര്യമുള്ളവർക്ക് വിടാം. ഞാൻ അതിനെ ഒന്നും കുറ്റം പറയുന്നതല്ല. എൻ്റെ മോനെ എനിക്ക് വിടാൻ പറ്റില്ല, കാരണം അവൻ എന്തെങ്കിലും പണി ഒപ്പിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനത്തിലാകുമ്പോൾ നമുക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. അവരൊന്ന് ബെറ്റർ ആവുകയും ചെയ്യും. വന്ന് കയറിയപ്പോൾ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോഴേ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. ആ യോഗയ്ക്ക് വേണ്ടിയ അതുപോലെ തന്നെ ഒരു സൈലൻ്റ് അന്തരീക്ഷം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ മാവിൻ്റെ ചുവട്ടിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലതായിട്ട്. അപ്പം നമുക്ക് എന്തായാലും ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഇവിടെ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും കളിക്കാൻ പറ്റുമോ എന്ന് നോക്കിയേ. ഇപ്പോൾ വൈറ്റിൻ്റെ മൂവാണ്. വൈറ്റിൻ്റെ ബെസ്റ്റ് മൂവ് കണ്ടുപിടിക്കാമോ? ക്യൂൺ ഇൻറ്റു G7 കൊള്ളാം. മൂവ് കൊള്ളാം. ക്യൂൺ ഇൻറ്റു G7 കളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ പോണ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ക്യൂണും കിട്ടും. ഒരു ക്യൂണ് മാത്രമേ പോവുള്ളൂ അല്ലേ? അതവന് കിട്ടി. പക്ഷെ അതിനേക്കാളും ബെറ്റർ മൂവ് ഉണ്ട് ഇവിടെ. വൈറ്റിൻ്റെ ബെസ്റ്റ് മൂവ് കണ്ടുപിടിക്കാമോ? ക്യൂൺ ഇൻറ്റു G7 കൊള്ളാം. ഇപ്പോൾ നമ്മുടെ ബാലരാമപുരം നെയ്യാറ്റിൻകര ഈ പ്രദേശത്ത് ഈ ഒരു ചെസ് പഠിക്കുന്ന ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ. ചെസ് സ്കൂളെന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സാറാണ്, കോച്ചാണ് നിൽക്കുന്നത്. നമുക്ക് കാര്യങ്ങൾ ചോദിക്കുക. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ടിനുവാണ്. വീട് അടുത്ത് തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇതിനെപ്പറ്റി കുട്ടികൾ എത്രത്തോളം ഇതിലോട്ട് വരുന്നുണ്ടെന്ന് അറിയാമോ? ചെസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ മുൻപത്തേനെ അപേക്ഷിച്ച് കുട്ടികൾ വരുന്നുണ്ട്. പക്ഷെ എന്നാലും കുട്ടികൾ അത്ര അവയർനെസ് ആയിട്ടില്ല. എന്നാലും വരുന്നുണ്ട്. കൂടുതൽ ഇപ്പോൾ പത്രത്തിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രാജ്ഞാനന്ദയുടെയും ഗുഗേഷിൻ്റെയൊക്കെ ന്യൂസൊക്കെ വന്നതിന് ശേഷം കുട്ടികൾ അട്രാക്റ്റ് ആവുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ബുദ്ധിവികാസം, അതുപോലെ കോൺസെൻട്രേഷൻ, പേഷ്യൻസ് ലെവൽ, കുട്ടികളുടെ പേഷ്യൻസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മൊബൈൽ അഡിക്ഷനാണ് കൂടുതൽ കുട്ടികളിലെ ഒരു മെയിൻ പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പോൾ കുട്ടികൾ ചെസ്സിലോട്ട് വരുമ്പോഴത്തേക്ക് മൊബൈൽ അഡിക്ഷനൊക്കെ മാറിയിട്ട് ഇത് ചെസ്സിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് കൂടുതൽ. ബോർഡിൽ ഇരുന്ന് അതുപോലെ അവരുടെ പേഷ്യൻസ് കൂടുന്നുണ്ട്. എടുത്തുചാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ പേഷ്യൻസും അതുപോലെ അവരുടെ തീരുമാനം എടുക്കാനുള്ള ഓരോ ഡിസിഷൻ മേക്കിംഗ്, ഇപ്പം ലൈഫിലാണെങ്കിലും ചെസ്സിലാണെങ്കിലും ഡിസിഷൻ എടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചെസ്സിൽ ഇവർ ഓരോ മൂവിലും ഡിസിഷൻ എടുക്കുന്നത് കൊണ്ട് ഒരു ലൈഫിലോട്ട് ഇറങ്ങുമ്പോഴും ഇവർക്കിത് ഗുണം ചെയ്യുന്നുണ്ട്. ഇത്രയും ഒരുപാട് ഡിസിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് അത് ലൈഫിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരിക്കലും മോശമായ ഒരു ഗെയിം അല്ല. അപ്പോൾ അതിലോട്ട് കൂടുതൽ കുട്ടികളെ നമ്മൾ കടത്തിക്കൊണ്ട് വരണം. സത്യം പറഞ്ഞാൽ മുന്നോട്ട് വരണം. കുറേ കുട്ടികളൊക്കെ ഇതിനെപ്പറ്റി കൂടുതലൊക്കെ ഇനിയും കുറേ കൂടെ അവയർനെസ് ആവാനുണ്ട്. ചെസ് വലിയ സംഭവമൊന്നുമല്ല. ചെറുതിലെ കോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അതെ. നമുക്ക് 5 വയസ്സ് മുതലൊക്കെ കുട്ടികൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. 4.5 വയസ്സിലൊക്കെ. അതെ, 4 വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. ഒരു ആവറേജ് ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം വളരെ മിടുക്കനാണ് കേട്ടോ. എൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വളരെ കൃത്യതയോടുകൂടി അവൻ പ്രാക്ടീസ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കുന്നേക്കാളൊക്കെ ബെറ്ററായിട്ട് എനിക്ക് തോന്നി ഇവനെ കണ്ടപ്പോഴത്തേന്. അവൻ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്താണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ പേരെന്താ? നിരഞ്ജൻ. അച്ഛൻ്റെ പേരെന്താ? ഹരീഷ്. ഓക്കെ. 1 മാസമായെങ്കിൽ അവനത് അത്രയും ക്ലാരിറ്റിയോടുകൂടി അവൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, ഈ ഓരോ ലെറ്ററിങ് അവൻ എടുത്തിരിക്കുന്നുണ്ട്. ഇത് എഴുതി ക്ലാസിക്കലാണോ അല്ലേ? നൊട്ടേഷൻ അല്ലേ? ഇത് വെച്ച് കാൽക്കുലേറ്റ് B-E5 ആ നൊട്ടേഷനാണ് എഴുതി പഠിക്കുന്നത്. ഏത് പീസ? റൂക്കാറ് ബിഷപ്പിന്. അപ്പോൾ ബിഷപ്പിനെ എങ്ങോട്ട് മൂവ് ചെയ്യണം?
അവിടെ മൂവ് ചെയ്താലും എന്ത് സംഭവിക്കും? ഏപ്രിൽ 21 മുതൽ 25 വരെ സമ്മർ ചെസ് ക്യാമ്പ് നടക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ട് ഒരു ട്രെയിനർ വന്നാണ് ഇവിടെ ചെസ്സിനായിട്ട് കോച്ചിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് 4 ദിവസത്തെ ക്യാമ്പും 1 ദിവസത്തെ ടൂർണമെൻറ്റുമാണ്. അതായത് ഈ 4 ദിവസം ആ കോച്ച് വന്ന് നന്നായിട്ട് ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. പിന്നെ അവസാനത്തെ ദിവസം ഇവർ എന്ത് മനസ്സിലാക്കി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ടൂർണമെൻറ്റ് വെച്ചിരിക്കുന്നത്. 3 ബാച്ചായിട്ടാണ് യോഗയ്ക്ക് ക്ലാസ് കൊടുക്കുന്നത്. ഒരു ബാച്ചിൽ തന്നെ 40ഓളം സ്റ്റുഡൻസ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇവിടെ വന്നവരാരും മതിയാക്കിയിട്ട് പോയിട്ടില്ല. എല്ലാവരുടെ ശരീരവും നല്ല ഫ്ലെക്സിബിളാണ്. അതും 50 വയസ്സിന് മേളിലുള്ള ഒരുപാട് അമ്മമാരുണ്ട്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമായി വന്നവരാണ് ഇതിൽ പലരും. കാൽമുട്ടുവേദന, എല്ല് തേയ്മാനം, PCOD എന്നീ അസുഖമുള്ള അമ്മമാർക്ക് ഇതൊരു ആശ്വാസം തന്നെയാണ്. PCOD പ്രശ്നങ്ങളുണ്ട്, പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇവിടെ ഒരുപാട് പേര് ബ്രീത്തിങ് പ്രോബ്ലം ആയിട്ട് ഒരുപാട് പേരുണ്ട്. കാരണം നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ദിവ്യ മാഡം ഉണ്ടായിരുന്നു. അപ്പോൾ ദിവ്യ മാഡത്തിന് ഇന്ന് വരാൻ പറ്റിയില്ല. മാഡം ഏകദേശം 1 വർഷമായിട്ട് നമ്മുടെ ക്ലാസ്സിന് ഇവിടെ ജോയിൻ ചെയ്യാണ്. മാഡത്തിൻ്റെ ബ്രീത്തിങ് പ്രോബ്ലമൊക്കെ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. ഇപ്പം ചില സാഹചര്യങ്ങൾ കൊണ്ട് മാഡത്തിന് വരാൻ പറ്റുന്നില്ല. പിന്നെ അല്ലാണ്ട് ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ്. ഒത്തിരി പേർക്ക് എല്ല് തേയ്മാനം, കാലം നമ്മളെ റാണി ചേച്ചിയുണ്ട്, ആൻറ്റി ഉണ്ട്, കുമാരി ആൻറ്റി, അങ്ങനെ ഒത്തിരി പേര്, ഗീത ആൻറ്റി, ഇവരെല്ലാം അത് കാലുമുട്ടിന് എല്ല് തേയ്മാനം വന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ നല്ല റിലീഫാണ് ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ട്. ഇപ്പോൾ 68 വയസ്സായി. വരുന്ന സമയത്ത് എത്ര കിലോ വെയിറ്റ് ഉണ്ട്? എനിക്ക് വരുന്ന സമയത്ത് 73 കിലോ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് 63 കിലോയിൽ നിൽക്കുകയാണ് ഞാൻ. എത്ര നാളായി വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട് എനിക്ക് ട്രെയിനിങ്ങൊക്കെ നല്ല ടീച്ചറാണെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ടീച്ചറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം നമ്മളെ ഫ്രണ്ട്സിനെ പോലെയാണ് ടീച്ചർ നമ്മളടുത്ത് പെരുമാറുന്നത്. ഇന്നത്തെ ബർത്ത്ഡേ ചെലവൊന്നും ഇല്ലേ? ഉണ്ട് കേക്കുണ്ട്. അപ്പൊ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം പോകത്തുള്ളൂ കേട്ടോ. ഈ അമ്മ ഇവിടെ 1.5 വർഷം കൊണ്ട് വരുന്നതാണ്. 6 മാസം ആയപ്പോൾ തന്നെ ബോഡി നല്ലപോലെ ഫ്ലെക്സിബിളായി. ഇവിടെ തറയിൽ ഇരിക്കുകയായിരുന്നു കണ്ടോട്ടോ. കാരണം ചെയറൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ എന്നെ എണീപ്പിക്കാൻ 2 പേര് വേണ്ടി വന്നു. പക്ഷേ ഇവരെല്ലാം കൂളായിട്ട് ചെയ്യുന്നത് കണ്ടോട്ടോ. അപ്പോൾ ഇതിൻ്റെ മാസ്റ്ററാണ് ഇരിക്കുന്നത്, യോഗ മാസ്റ്ററാണ്. അപ്പോൾ എത്ര സ്റ്റുഡൻ്റ് ഉണ്ട് മാത്രം? എനിക്കിപ്പോൾ 38 പേരുണ്ട്. 38 പേരുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ. നിങ്ങളെ കണ്ടല്ലോ എല്ലാവരും. ഈ ഒരു തറയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ആണായിട്ട് കൂടി ആ തറയിലൊന്ന് ഇരുന്നപ്പോഴത്തേന് കാലിലെല്ലാം മസിൽ കയറി. അങ്ങനെ തറയിലിരുന്നുള്ള ശീലമല്ല. ഇവർ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെയും ഇരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അത് അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും കാഴ്ചവെച്ചത്. പ്രായമൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ഇവരെ പെർഫോമൻസ് കണ്ടത് കേട്ടോ. ഇനി വേറെ വെറൈറ്റി ആയിട്ട് വല്ലതും ഉണ്ടോ? വെറൈറ്റി ഉണ്ട്. ശീർഷാസന, ചക്രാസന, ഇതൊക്കെ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഐറ്റംസ്. ഈ വരുന്ന അമ്മയ്ക്ക് 60 വയസ്സിനടുപ്പിച്ച് പ്രായമുണ്ട്. ഈ അമ്മ ശീർഷാസനത്തിൽ നിൽക്കാൻ പോവുകയാണ്. കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി. ഈ പ്രായത്തിലും ഈ അമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ട്രെയിനറിൻ്റെ കഴിവ് തന്നെയാണ്. ട്രെയിനർ യോഗ അഭ്യസിച്ചത് ഋഷികേശിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ മനസ്സിൽ ഇനി എത്ര വിഷമം ഉണ്ടെങ്കിലും എവരോടൊപ്പം കൂടിയാൽ മതി, ആ വിഷമമൊക്കെ പമ്പ കിടക്കും. യോഗ ക്ലാസ് കഴിഞ്ഞ് ഇതുപോലെ ഒരു തെറാപ്പി ഉണ്ട്. ഡാൻസും പാട്ടും. ഇവിടെ വരുന്നവരെ ഒട്ടും ബോറടിപ്പിക്കാതെയാണ് യോഗയൊക്കെ അഭ്യസിച്ചിട്ട് വീട്ടിലോട്ട് വിടുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷം. ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേർന്നു.
ഈ ചിരിക്കുന്നത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, ഇതും ഒരു തെറാപ്പിയുടെ ഭാഗമാണ്. ചിരി ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ യോഗയുമുണ്ട്. യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന 8 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 8 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക്, മുതിർന്നവർക്കെല്ലാം 8 പങ്കെടുക്കാം. വയസ്സ് മാത്രമല്ല, മുതിർന്നവർക്കും ഉണ്ട്. അപ്പം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമായി 3 ഷിഫ്റ്റുകളായിട്ടാണ് ഇവിടെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെസ് പ്രാക്ടീസിനായിട്ട് എല്ലാ ശനിയാഴ്ചയും 4 മണി മുതൽ 6 മണി വരെയാണ് പ്രാക്ടീസ് കൊടുക്കുന്നത്. കൊച്ചു കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് കുഞ്ഞു കുട്ടികളുണ്ട്. അവരൊക്കെ വലിയ ബ്രില്യൻ്റ് ആവും. ഞാൻ കണ്ടപ്പോഴേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റും. അവരൊക്കെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കുകയാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ മറ്റൊരു സ്ഥലത്തായിട്ടൊക്കെ നമ്മൾ ഈ അവധി സമയമാകുമ്പോൾ പറഞ്ഞു വിടും, കയ്യും കാലും പിടിച്ചുകൊണ്ടൊക്കെ തിരിച്ചു വരും. ആ ഒരു അവസ്ഥയൊന്നും ഇല്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടാക്കുക.